മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. സിനിമയോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയുടെ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിച്ച് അയക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അവസരം കിട്ടുന്നു. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുന്നു. ആ സിനിമ പുറത്തിറങ്ങുന്നു. ആ സിനിമയുടെ പേരാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. നമുക്കെല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ ആദ്യത്തെ ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അപ്പോൾ ആ ഒരു സിനിമയിൽ നമ്മൾ കണ്ടത് ഒരു നായകനെ ആയിരുന്നില്ല, ഒരു വില്ലനെ ആയിരുന്നു കണ്ടത്. അങ്ങനെ വില്ലനായിട്ട് നമ്മുടെ മനസ്സിൽ വന്ന് കയറിയ ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ. ആ ഒരു വില്ലനിൽ നിന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം നമ്മളത് കണ്ട് അറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഒരു നടനാകണമെന്ന് പോലും ആഗ്രഹിക്കാത്ത ഒരാളുടെ ഒരു വിസ്മയ പ്രകടനമായിരുന്നു നമ്മൾ പിന്നീട് അങ്ങോട്ട് കണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയാണെങ്കിലും എല്ലാം അതിനുവേണ്ടി ജനിച്ച ഒരാളാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിക്കത്തെ ഒരു ആക്ടിങ് ആണ് മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ. അപ്പം ഇപ്പം നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി ഇപ്പം തുടരും വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസമാണിന്ന്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു ലാലേട്ട. അപ്പം ഈ ലാലേട്ടനെ പോലുള്ള കുറേ ആൾക്കാരൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല. ലാലേട്ടനെ പോലെ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരോട്ടുള്ള സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഇപ്പം എന്താ മോനെ മോനെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്നേഹമാണെങ്കിലും ഒക്കെ ലാലേട്ടനെ പോലെ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളും വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പം തിയേറ്ററിലാണെങ്കിലും ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾ മുമ്പൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു ആക്ടറിന് ഒരു ഡൗൺഫോളും ഒരു കയറ്റമിറക്കവും ഒക്കെ ഉണ്ടാകും. അപ്പം ഇദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ആരോ സിദ്ദിഖായിരുന്നു തോന്നുന്നു പറഞ്ഞിരുന്നത് നമ്മൾ കേട്ടിരുന്നു, ഒരു സിനിമ മതി ലാലിനെ തിരിച്ചു വരായിരുന്നു. ആ ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. പിന്നെ അതിനുശേഷം വന്ന തുടരും അദ്ദേഹം ഫാമിലി ഓഡിയൻസിനെ എല്ലാവരെയും കയ്യിലെടുത്തിട്ടുണ്ട്. മലയാള സിനിമയിലെ നമ്മുടെ താരരാജാക്കന്മാർ 2 പേരാണ് മമ്മൂക്ക, ലാലേട്ടൻ. അതിലെ ഒരു താരരാജാവാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന്. അപ്പം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഹരിയുടെ കാര്യങ്ങളാണെങ്കിലും ഒന്ന് ഉപയോഗിക്കരുത് എന്നുള്ള രീതിക്കത്തെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിക്കത്തെ വീഡിയോസൊക്കെ പുള്ളി ഇടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളും നന്നായിട്ടിരിക്കണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം നമ്മൾ ആ ഒരു ബർത്ത്ഡേ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീഡിയോയിൽ ഒതുങ്ങത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ സിനിമയിലെ ഒരു വിസ്മയം തന്നെയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ. അത് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളത് പ്രത്യേകം എടുത്ത് പറയേണ്ട. മലയാളം ഇൻഡസ്ട്രിയുടെ അഭിമാനമാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണെന്ന്. അപ്പം ഒന്നുകൂടെ നമ്മൾ അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്തുകൊണ്ടുകൂടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.